ഇൻട്രൊഡക്ഷനൊന്നുമില്ല, സ്ട്രെയിറ്റ് വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസിൽ റിമൂവബിളായിട്ട് നമുക്ക് ഈ പാഡ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്ലൗസസ് ഉണ്ടാവും, പാഡഡ് ബ്ലൗസ് ആയിരിക്കില്ല. അതിലൊരു പാഡ് വേണമെന്ന പെർമനൻ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒന്നുമില്ലേ, നമ്മുടെ കപ്പ് സൈസിലുള്ള ബ്രാ കപ്പ് എടുക്കുക, അത് ഇങ്ങനെ ഒരു ക്ലോത്തിൽ വെക്കുക. അതായത് ഓൾമോസ്റ്റ് സിമിലർ കളർ എടുക്കുക കേട്ടോ. ബ്ലൗസിൻ്റെ കളറിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കളർ എടുക്കുക. ലൈനിങ് എല്ലാം ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യായിരിക്കും നല്ലത്. അല്ല, അതിലേ പറ്റുള്ളൂ. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിൽ വരുമ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ എന്താ പറയുക, തയ്യൽ പുറത്തേക്ക് കാണുമല്ലോ. അപ്പോൾ ലൈനിങ് ഉള്ള ബ്ലൗസിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആ ബ്രാക്കപ്പ് ഇങ്ങനെ വെച്ചു, വരച്ചു. പിന്നെ നമ്മളൊരു 3/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് വേറൊരു സർക്കിളും കൂടെ വരച്ചു, കട്ട് ചെയ്തെടുക്കുക. 2 എണ്ണം വേണം കേട്ടോ. നമുക്ക് 2 കപ്പ് അറ്റാച്ച് ചെയ്യണമല്ലോ. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടണതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ സെയിം പച്ച കളർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഈ ഒരു പീസ് നിഴലടിച്ച് കാണില്ല എന്നുള്ള രീതിക്കുള്ള കളർ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ഫിനിഷിങ് ഉണ്ടാവുക. ആൻഡ് ദെൻ ഈ ഒരു സർക്കിൾ ഇതുപോലെ മടക്കുന്നുണ്ട്, അത് സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ അരിക്ക് ഒന്ന് ജസ്റ്റ് ഒരു മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം ഈ ഒരു പോർഷനിൽ ഒരു ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ മെഷീനിലേക്ക് കൊണ്ടുപോയിട്ട് കാണാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഓപ്പണിങ് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വരണം, അതായത് നെക്കിൻ്റെ ഭാഗത്തേക്കല്ല, എങ്ങോട്ട് വരണം, നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്കായിരിക്കണം ഓപ്പണിങ് വരേണ്ടത് 2ൻ്റെ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ അരിക് ജസ്റ്റ് ഒന്നൊരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മടക്കി അടിച്ചാൽ തന്നെ മതി. നിങ്ങൾക്ക് ഇനി 2 മടക്ക് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തോളൂ കേട്ടോ. നമുക്ക് നമ്മളെടുത്തിട്ടുള്ള കപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് സ്യൂട്ടായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള സൈസ് ഓൾറെഡി ഈ സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുണിയിൽ കാണണം. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല, ഞാൻ 3/4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒറ്റൊരു മടക്കിൽ മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗം കണ്ടോ, അത് ഞാൻ പറഞ്ഞു 2 ബ്രാ കപ്പിൻ്റെയും ഈ ഒരു പോർഷൻ്റെ ഓപ്പണിങ് വരേണ്ടത് റൈറ്റ് സൈഡിലോട്ടാണ് വേണ്ടത്. അതായത് കൈക്കുഴിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത്. അതനുസരിച്ചിട്ട് മടക്കി തയ്ക്കുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക. ദെൻ ഇത് ഞാൻ വീണ്ടും മടക്കിയിട്ട് സെൻറ്റർ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിലേക്ക് നമുക്കൊരു 1/4 ഇഞ്ചിൻ്റെ ഡാർട്ട് അടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഫ്ലാറ്റ് അല്ലേ, ഈ സർക്കിൾ ഫ്ലാറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്കതൊരു കുറച്ചൊരു പൊങ്ങിയിരിക്കുന്ന പോലെ നമ്മുടെ കപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ ഒരു കോൺ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു 1/4 ഇഞ്ചിൽ മാത്രം അടിക്കുക, കൂടുതലെടുത്ത് അടിക്കരുത്, ഇത് പാകാവില്ല കേട്ടോ. ഇതപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് മറ്റേ സർക്കിളും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. വീണ്ടും പറയാണ്, ശ്രദ്ധിക്കുക, ഓപ്പണിങ് വരുന്നത് 2ഉം ഒരേ ഭാഗത്തേക്കായിട്ട് അടിച്ചു വയ്ക്കരുത്. അത് നോക്കിയിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കേ. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലൗസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ ആ ഓപ്പണിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെക്കുക. നമ്മുടെ ബസ് പോയിൻറ്റിന് അലൈൻഡായിട്ട് വെക്കുക കേട്ടോ. നമ്മുടെ ഷോൾഡറിൽ നിന്ന് ബസ് പോയിൻ്റ് എവിടെയാണോ വരണേ അവിടെ സെൻറ്റർ വരുന്ന രീതിയിലാണ് ഈ സർക്കിൾ വെക്കേണ്ടത്. പിന്നെ നെക്കിൻ്റെ ഭാഗത്തേക്ക് നെക്ക് മടക്കി തയ്ച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്തേക്കൊന്നും കൊള്ളിക്കാതെ, അതായത് ആ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നാലും സൂചി പുറത്തേക്ക് കാണുന്ന പോലെ, തയ്യൽ പുറത്തേക്ക് കാണുന്ന പോലെ തുന്നരുത്. ഞാനിവിടെ ഇൻവിസിബിൾ സ്വിങ് മെത്തേഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പുറത്തെ ഭാഗം ഞാൻ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റിൽ 2ൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. കൈത്തുന്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് പാർട്ട് ഉണ്ടാവുമല്ലോ, ലൈനിങ് പാർട്ടിലേക്ക് അതിൻ്റെ ഷോൾഡർ ടു ബസ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അലൈൻ ചെയ്ത് നമുക്ക് മെഷീനിൽ തന്നെ റൗണ്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗം. ഇതിപ്പോൾ നമ്മുടെ ബ്ലൗസ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ അടിക്കാനുള്ള നിവർത്തിയില്ല. നമ്മൾ കൈത്തുന്നൽ തന്നെ കൊടുക്കണം. കൈത്തുന്നൽ നല്ല നീറ്റായിട്ട് തന്നെ കൊടുക്കുക. ഞാനത് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കപ്പ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ കപ്പ് ഇവിടെ ഇരുന്നോട്ടെ എന്നാണെങ്കിൽ ആ കപ്പിനെയും മുകളിലത്തെ തുണീനെയും മാത്രം പിടിച്ചിട്ട് സെൻറ്ററിൽ ഒരു ചെറിയ ഒരു തുന്നൽ, ഈ സെൻറ്ററിലും പോർഷനും മുകളിലത്തെ തുണി
തട്ടുന്ന പോലെ ഒരു തുന്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. അല്ലാത്ത കേസിൽ നമുക്കിത് മാറ്റി പാഡ് വെച്ചിട്ടും അല്ലാതെയും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സാധാ ഹെമ്മിങ് ആണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.